പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സത്യേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. 12 ശ്ലീഹന്മാർ അവരുടെ ഓർമ്മയായി കൊണ്ടാടുകയാണല്ലോ. പന്തിരു ശ്ലീഹർ പ്രാർത്ഥനയാൽ നാഥ ഉത്തമയാചനകൾ കൻപാലുത്തരമരുളണമേ. രോഗികൾ സൗഖ്യം നേടണമേ. ദൂരസ്ഥർക്കാക്കപ്പെടണേ. അഗതികൾ തൃപ്തരതാകണമേ. തിരുനാമം പൂജിതമാകണമേ. 12 എന്ന സംഖ്യയ്ക്ക് എന്തെങ്കിലും പ്രാധാന്യം ബൈബിളിലുണ്ടോ? നമ്മുടെ കർത്താവ് ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തപ്പോൾ അവരുടെ എണ്ണം എന്തുകൊണ്ടാണ് 12 എന്ന് നിശ്ചയിച്ചത്? നമ്മുടെ വേദപുസ്തകം പരിശോധിക്കുമ്പോൾ അനവധി അർത്ഥങ്ങൾ 12-ന് നമുക്ക് കാണാൻ സാധിക്കും. അബ്രഹാമിന്റെ കാലത്ത് ഏലാമിലെ രാജാവായിരുന്ന കേദോർ ലാവോമറിനെ മറ്റു രാജാക്കന്മാർ 12 വർഷം ശുശ്രൂഷ ചെയ്തു. ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ നമുക്ക് കാണാം. അബ്രഹാം തന്റെ പുത്രനായ ഇസ്മായിലിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അവനെ അനുഗ്രഹിക്കുകയും അവൻ 12 രാജാക്കന്മാർക്ക് പിതാവായിരിക്കുമെന്ന് അനുഗ്രഹം നൽകുകയും ചെയ്തു. ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായം 20-ാം വാക്യം. പൂർവ്വപിതാവായ യാക്കോബിന് 12 മക്കൾ ഉണ്ടായിരുന്നു. അവർ ഇസ്രായേൽ ജനത്തിന്റെ ഗോത്രത്തലവന്മാരായി അറിയപ്പെട്ടു. ഉൽപ്പത്തി പുസ്തകം 35-ാം അധ്യായത്തിന്റെ 23-ാം വാക്യം. ഇസ്രായേൽ ജനം കനാൻ ദേശത്തുള്ള യാത്രയിൽ സൂർ മരുഭൂമിയിൽ എലീം ദേശത്ത് വന്നപ്പോൾ അവിടെ 12 നീരുറവകൾ ഉണ്ടായിരുന്നതായി കണ്ടെത്തി. പുറപ്പാട് പുസ്തകം 15-ാം അധ്യായത്തിന്റെ 27-ാമത്തെ വാക്യം. 10 കൽപ്പനകൾ ഉൾക്കൊള്ളുന്ന 2 കൽപ്പനകൾ സ്വീകരിച്ച് സീനായ് മലമുകളിൽ നിന്നും ഇറങ്ങി വന്ന മോശ മലയുടെ അടിവാരത്തിൽ 12 ഗോത്രങ്ങൾക്കായി 12 സ്തംഭങ്ങളും ഒരു ബലിപീഠവും നിർമ്മിച്ചു. പുറപ്പാട് പുസ്തകം 24-ാം അധ്യായം 4-5 വാക്യങ്ങൾ. ഇസ്രായേലിന്റെ പ്രധാനാചാര്യൻ സ്ഥാനവസ്ത്രങ്ങളോടൊപ്പം ധരിക്കുന്ന തോൾവാറുകളിൽ 2 വൈഡൂര്യ കല്ലുകൾ എടുത്ത് ഓരോ കല്ലിലും 6 പേരുകൾ വീതം 12 നാമങ്ങൾ വഹിച്ചിരുന്നു. പുറപ്പാട് പുസ്തകം 28-ാം അധ്യായത്തിന്റെ 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. യഹോവയുടെ പരിശുദ്ധമായ യാഗപീഠത്തിൽ 12 കാഴ്ചയപ്പങ്ങളാണ് സമർപ്പിക്കപ്പെട്ടിരുന്നത്. ലേവ്യ പുസ്തകം 24-ാം അധ്യായം 5-ാം വാക്യം. കനാൻ ദേശം ഉറ്റുനോക്കുവാൻ മോശ 12 പേരെയാണ് അയച്ചത്. സംഖ്യാപുസ്തകം 13-ാം അധ്യായം 1 മുതൽ 6 വരെ. യോർദാൻ നദി വിഭജിക്കപ്പെടുന്നതിന് മുമ്പ് ഇസ്രായേൽ ഗോത്രങ്ങളിൽ നിന്ന് 12 പേർ തിരഞ്ഞെടുക്കപ്പെട്ടു. ഇവർ ഓരോ കല്ല് വീതം എടുത്തിരുന്നു. മോശ കൽപ്പിച്ചതുപോലെ യോർദാന്റെ നടുവിൽ നാട്ടി. യോശുവ 4-ാം അധ്യായം 4 മുതൽ 10 വരെ. ശലോമോൻ രാജാവ് പണി കഴിപ്പിച്ച ദേവാലയത്തിലെ ഓട്ടു സ്തംഭങ്ങൾക്ക് 12 മുഴം വണ്ണമുണ്ടായിരുന്നു. 1 രാജാക്കന്മാർ 7-ാം അധ്യായം 15-ാം വാക്യം. ദേവാലയത്തിന്റെ ജലസംഭരണി 12 കാളകളുടെ പുറത്താണ് വയ്ക്കപ്പെട്ടിരുന്നത്. 1 രാജാക്കന്മാർ 7-ാം അധ്യായം 25-ാം വാക്യം. ശലോമോൻ രാജാവ് തന്റെ സിംഹാസനത്തിന്റെ പടികളിന്മേൽ 12 സിംഹങ്ങളെ നിർത്തിയിരുന്നു. 1 രാജാക്കന്മാർ 10-ാം അധ്യായം 20-ാം വാക്യം. ഏലിയ പ്രവാചകൻ ബാലിന്റെ പ്രവാചകന്മാരോടുള്ള മത്സരത്തിൽ ഇസ്രായേലിന്റെ ഗോത്രസംഖ്യയ്ക്കൊത്തവണ്ണം 12 കല്ലുകൾ കൊണ്ട് ബലിപീഠം ഉണ്ടാക്കി അതിന്മേൽ ദഹനയാഗം അർപ്പിച്ചു. 1 രാജാക്കന്മാർ 18-ാം അധ്യായം 31-ാം വാക്യം. യോഹന്നാൻ ശ്ലീഹായിക്കുണ്ടായ വെളിപാടിൽ സൂര്യനെ ഉടയാടയാക്കിയ സ്ത്രീയുടെ കിരീടത്തിൽ 12 നക്ഷത്രങ്ങൾ ഉണ്ടായിരുന്നു. വെളിപാട് പുസ്തകം 12-ാം അധ്യായം 1-ാം വാക്യം. സ്വർഗീയ യെരൂശലേമിന് 12 ഗോപുരങ്ങളും ഗോപുരങ്ങളിൽ 12 ദൂതന്മാരും ഇസ്രായേൽ ജനത്തിന്റെ 12 ഗോത്രങ്ങളും പട്ടണത്തിന്റെ മതിലിന് 12 അടിസ്ഥാനങ്ങളും അവയിൽ കുഞ്ഞാടിന്റെ 12 ശ്ലീഹന്മാരുടെ 12 പേരുകളും ജീവന്റെ നദിയുടെ ഇരുകരകളിലുമുള്ള ജീവന്റെ വൃക്ഷത്തിന്റെ 12 ഫലങ്ങളും ഉണ്ടെന്ന് എഴുതപ്പെട്ടിരുന്നു. വെളിപാട് പുസ്തകം 21-ാം അധ്യായം 12 മുതൽ 14 വരെയും 22-ാം അധ്യായത്തിന്റെ 2-ാം വാക്യവും.
ഇസ്രായേലിലെ 12 ഗോത്രങ്ങളിൽ ഓരോന്നിൽ നിന്നും 12,000 പേർ വീതം രക്ഷയ്ക്കായി ദൈവത്താൽ മുദ്രയിടപ്പെട്ടതായി നാം വായിക്കുന്നു. വെളിപാട് പുസ്തകം 7-ാം അധ്യായത്തിന് 4 മുതൽ 8 വരെ. പിതാവായ ദൈവം തിരഞ്ഞെടുത്ത ഇസ്രായേൽ ജനത്തെ 12 ഗോത്രങ്ങളായി അവയിൽ 12 ഗോത്രപിതാക്കന്മാരെ നിയമിച്ചതുപോലെ നമ്മുടെ കർത്താവ് 12 സ്ലീഹന്മാരെ തിരഞ്ഞെടുത്തു. ലൂക്കോസിന് സുവിശേഷം 6-ാം അധ്യായം 12 മുതൽ 17 വരെ. അന്ത്യ ന്യായവിധി നാളിൽ അവർ 12 സിംഹാസനങ്ങളിൽ ഇരുന്ന് ഇസ്രായേൽ ജനത്തെ 12 ഗോത്രങ്ങളെയും ന്യായം വിധിക്കും. മത്തായി 19-ാം അധ്യായം 28-ാം വാക്യം. ഈ വിധത്തിൽ വിശുദ്ധ വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ ദൈവിക വെളിപ്പാടിൽ 12 എന്ന സംഖ്യയ്ക്ക് ദൈവശാസ്ത്രപരമായി ആഴമായ തലങ്ങളാണ് ഉള്ളത്. അതുകൊണ്ടാണ് നമ്മുടെ കർത്താവ് സ്ലീഹന്മാരുടെ സംഖ്യ 12 എന്ന് നിശ്ചയിച്ചത്. നമുക്ക് വിശുദ്ധ സ്ലീഹന്മാരോടുള്ള ഒരു മധ്യസ്ഥ പ്രാർത്ഥന കൂടി ശ്രദ്ധിക്കാം. പരിശുദ്ധ 12 സ്ലീഹന്മാരെ തിരഞ്ഞെടുക്കുകയും തന്റെ മുന്തിരിത്തോപ്പിൽ വേലയ്ക്കായി നിയോഗിക്കുകയും തന്റെ സുവിശേഷം പ്രസംഗിക്കാൻ അവരെ ശക്തരാക്കുകയും 12 സ്ലീഹന്മാരാകുന്ന അടിസ്ഥാന കല്ലുകളിൽ പരിശുദ്ധ സഭയെ പണിയുകയും ചെയ്ത മശിഹാ തമ്പുരാനെ, ഇപ്പോൾ സഭയുടെ മക്കളാകുന്ന ഞങ്ങൾ പരിശുദ്ധ 12 സ്ലീഹന്മാരുടെ മധ്യസ്ഥതയിൽ അഭയപ്പെട്ടുകൊണ്ട് നിന്നോട് അപേക്ഷിക്കുന്നു. കൃപയുണ്ടായി ഞങ്ങളോട് കരുണ തോന്നണമേ. വിശ്വസ്തന്മാരായ ഭരണാധികാരികളും സ്വർഗീയ ശ്രീഭണ്ഡാരത്തിന്മേൽ കർത്തവ്യമുള്ളവരും ദൈവിക ശുശ്രൂഷകന്മാരും ശ്രേഷ്ഠരായ ഇടയന്മാരും സമർത്ഥരായ വൈദ്യന്മാരുമായ 12 സ്ലീഹന്മാര് നിങ്ങൾ ഭാഗ്യവാന്മാരാകുന്നു. ദൈവത്തിന്റെ ഉദ്യാനത്തിലെ 12 പനിനീർ പുഷ്പങ്ങളാകുന്നു നിങ്ങൾ സൗഭാഗ്യശാലികളാകുന്നു. ഇപ്പോൾ നിങ്ങളുടെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിക്കുന്ന ഞങ്ങളെ നിങ്ങൾക്ക് ലഭിക്കുന്ന കൂലിക്ക് അർഹരാക്കി തീർക്കണമേ. ഗലീലക്കടൽക്കരയിൽ വെച്ച് വിളിക്കപ്പെട്ടവനും 12 സ്ലീഹന്മാരുടെ തലവനും തന്റെ അരുമനാഥനെ പ്രതി റോമിൽ വെച്ച് തലകീഴായി കുരിശിക്കപ്പെടുകയും ചെയ്ത മാർ പത്രോസ് സ്ലീഹ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മിശിഹായെ അന്വേഷിച്ചിറങ്ങിയവനും തന്റെ സഹോദരനെ യേശുവിന്റെ അടുക്കലേക്ക് കൊണ്ടുവന്നവനും ഗലാത്യയിലും കപ്പദോക്യയിലും സുവിശേഷ വിളിച്ചമറിയിക്കുകയും ചെയ്ത മാർ അന്ത്രയോസ് സ്ലീഹ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പെസഹായുടെ പെരുന്നാളിൽ തന്റെ നാഥനെ മാറിൽ ചാരി ഇടുന്നവനും പത്മോസിലെ അത്ഭുത വെളിപാടിനാൽ അനുഗ്രഹിക്കപ്പെട്ടവനും കർത്താവ് അധികമായി സ്നേഹിച്ചവനുമായ യോഹന്നാൻ സ്ലീഹ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. യെരുശലേമിലെ സഭയുടെ തലവനും ദുഷ്ടനായ ഹെരോദാവിന്റെ വാളിൽ തന്റെ രക്തം കൊണ്ട് ക്രിസ്തുവിനെ സാക്ഷിച്ചവനുമായ മാർ യാക്കോബ് സ്ലീഹ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ശിഷ്യഗണത്തിന്റെ ഉത്തമ കാര്യദർശിയും നഥാനിയേലിനെ ക്രിസ്തുവിൽ ഉറപ്പിച്ചവനുമായ മാർ ഫിലിപ്പോസ് സ്ലീഹ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. എന്റെ കർത്താവും എന്റെ ദൈവമേ എന്ന് വിളിച്ച് പുനരുത്ഥാനത്തിന് ശേഷം തന്റെ നാഥന്റെ തിരുവിലാവിൽ സ്പർശിച്ചവനും നമ്മെ മെശിഹായിൽ ജനിപ്പിച്ചവനും മൈലാപ്പൂരിൽ വെച്ച് രക്തസാക്ഷി മരണം മരിച്ചവനും ഇന്ത്യയുടെ കാവൽ പിതാവുമായ മാർ തോമസ് സ്ലീഹ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കർത്താവിന് വേണ്ടി സ്വഭവനത്തിൽ വിരുന്നൊരുക്കുകയും പലസ്തീനിലെ യഹൂദരെ ക്രിസ്തുവേശുവിലേക്ക് നയിച്ചവനുമായ മാർ മത്തായി സ്ലീഹ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഈജിപ്തിലും അറേബ്യയിലും കർത്താവിന്റെ സുവിശേഷത്തെ ഉപദേശിച്ച അൽഫായസൂദനായ മാർ യാക്കോബ് സ്ലീഹ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഇതാ സാക്ഷാൽ ഇസ്രായേലിൻ ഇവനിൽ കപടമില്ല എന്ന് കർത്താവ് അരുളി ചെയ്യുകയും എത്യോപ്യയിൽ സുവിശേഷം അറിയിക്കുകയും തന്റെ ജീവനെ രക്ഷകന് വേണ്ടി അർപ്പിക്കുകയും ചെയ്തവനായ മാർ ബർത്തലോമായ സ്ലീഹ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. എരിവുകാരനായിരിക്കുകയും പിന്നീട് തന്റെ നാഥന്റെ സുവിശേഷത്തെ പ്രതി എരിവ് ഉള്ളവനായി തീരുകയും ചെയ്ത മാർ ശിമോൻ സ്ലീഹ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. എഡേസായിൽ സുവിശേഷം അറിയിക്കുകയും തന്റെ രക്തത്താൽ ക്രിസ്തുവിന് വേണ്ടി യാഗമായി അർപ്പിക്കുകയും ചെയ്ത മാർ തദ്ദായി സ്ലീഹ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വഞ്ചകനായ യൂദയ്ക്ക് പകരം തിരഞ്ഞെടുക്കുകയും ഭീകര നരഭോജികളുടെ നാട്ടിൽ ചെന്ന് ക്രിസ്തുനാഥനെ പ്രസംഗിക്കുകയും ചെയ്ത മാർ മത്തിയാസ് സ്ലീഹ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിശുദ്ധ 12 സ്ലീഹന്മാരെ, നിങ്ങളുടെ മധ്യസ്ഥയിൽ അഭയപ്പെടുന്ന ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിങ്ങളുടെ പ്രാർത്ഥനകളാൽ യുദ്ധങ്ങൾ നീങ്ങുകയും ക്ഷാമങ്ങൾ ഇല്ലാതാകുകയും രോഗങ്ങൾ സുഖപ്പെടുകയും ചെയ്യണമേ. ആമീൻ. താങ്ക് യു.